വേണ്ടിയാണ് ഇതിന്റെ തൊട്ടിലാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് സന്താനഗോപാലമൂർത്തി അകത്തിരിക്കുന്ന സാക്ഷാത് ശ്രീകൃഷ്ണനാണ്, നമ്മളെ ഭഗവാനാണ്. ആ ഭഗവാന്റെ ഒരു സ്വരൂപമാണ് സന്താനഗോപാലമൂർത്തി എന്ന് പറയുന്നത്. ആ സന്താനഗോപാലമൂർത്തിക്ക് അകത്ത് ഭഗവാനെ സങ്കല്പിച്ച്, അതായത് നമുക്ക് സന്താനങ്ങളില്ലാത്ത ദമ്പതികൾ വന്ന് ഭഗവാന് സന്താനഗോപാല പൂജ കഴിക്കുകയും അവിടുന്ന് സങ്കല്പത്തോട് ഇവിടെ വന്ന് അകത്തൊരു 4 പ്രാവശ്യം ഭഗവാനെ സങ്കല്പിച്ച് ഞങ്ങൾക്കൊരു ഉണ്ണിയെ തരണം അല്ലെങ്കിൽ സന്താനത്തെ തരണമെന്ന് സങ്കല്പിച്ച് 4 പ്രാവശ്യം തൊട്ടിലാട്ടി മഹാസങ്കല്പം വയ്ക്കുക എന്നുള്ളതാണ് സങ്കല്പം. അതായത് ഞങ്ങൾക്ക് സന്താനമായി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് ഭഗവാൻ എന്ത് നൽകും എന്ന സങ്കല്പത്തോടെ അത് അവര് സങ്കല്പിക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ആ സന്താനഗോപാല സങ്കല്പം വയ്ക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാവരും നമുക്ക് ഇവിടെ വന്ന് അത് ചെയ്യുന്ന എല്ലാവർക്കും അനുഗ്രഹം, ഭഗവാന്റെ കടാക്ഷം അനുഗ്രഹം കിട്ടി സന്താനങ്ങളെ കിട്ടട്ടെ, സത്സന്താനങ്ങളെ കിട്ടട്ടെ എന്നുള്ള സങ്കല്പത്തിലാണ് നന്നായിട്ട് എല്ലാവരും ഹരേരാമ പറഞ്ഞ് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാം. ഹരേ രാമ ഹരേ രാമ